പോലീസിൽ വീണ്ടും പച്ച വെളിച്ചം. പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയ ക്യാൻറ്റീൻ കാർഡ് ഉപയോഗിച്ചിരുന്നത് SDPI നേതാവ്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ASI സലീമിനെ സസ്പെൻഡ് ചെയ്തു. SDPI നേതാവ് VK ഷൗക്കത്ത് അലിയാണ് ഇയാളുടെ കാർഡ് ഉപയോഗിച്ചിരുന്നത്. ഇന്നലെ ക്യാൻറ്റീനിൽ വീട്ടുസാധനങ്ങൾ വാങ്ങാൻ എത്തിയപ്പോഴാണ് കാർഡിന്റെ ദുരുപയോഗം കണ്ടെത്തിയത്. സലീമിനെതിരെ വകുപ്പുതല അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, വിശദമായ ഒരു അന്വേഷണം തന്നെയാണ്. ഏത് സാഹചര്യത്തിലാണ് SDPI നേതാവ് ഇത്തരത്തിൽ പെരുമ്പാവൂരിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ ASI സലീമിന്റെ തന്നെ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങൾ വാങ്ങാനെത്തിയത്? ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കാർഡുകൾ കൈമാറാൻ പാടില്ല എന്നത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SDPI നേതാവ് ഇത് ഉപയോഗപ്പെടുത്തിയതടക്കമുള്ള കാര്യങ്ങളിൽ തന്നെയാണ് അന്വേഷണം നീളുന്നത്. പ്രത്യേകിച്ച് അവിടെ പോലീസുകാരന് സംശയം തോന്നിയപ്പോൾ മാത്രമാണ് ഇക്കാര്യം വ്യക്തമായിരുന്നത്. ഇന്നലെ സാധനങ്ങൾ വാങ്ങാനെത്തിയപ്പോൾ ഈ കാർഡ് മറ്റൊരാൾ ഉപയോഗിക്കുന്നതായി അവിടെ നിന്ന പോലീസുകാർക്ക് സംശയം തോന്നി. പിന്നീട് വിശദമായി ചോദിച്ചപ്പോഴാണ് താൻ SDPIയുടെ നേതാവാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഇയാൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു ആൾമാറാട്ടം, അല്ലെങ്കിൽ ആ പോലീസുകാരൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ വാങ്ങേണ്ട സാധനങ്ങൾ മറ്റൊരാളാണ് വാങ്ങിയിരുന്നത് അല്ലെങ്കിൽ വാങ്ങാൻ എത്തിയത് എന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ പോലീസുകാരൻ നൽകിയിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് തന്റെ സഹോദരനാണ് താൻ ഈ കാർഡ് കൈമാറിയത്, സഹോദരന്റെ കൂടെ പോയതാണ് SDPI നേതാവ് എന്ന കാര്യമാണ് വിശദീകരണമായി നൽകിയിരിക്കുന്നത്. എന്നാൽ കൃത്യമായി തന്നെ പോലീസിൽ SDPIയുമായുള്ള ബന്ധം നേരത്തെ തന്നെ PFI നേതാക്കളിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റു രഹസ്യാന്വേഷണ വിഭാഗങ്ങളും എല്ലാം തന്നെ ഇത്തരത്തിൽ നിരവധി ആളുകളെ കണ്ടെത്തിയിരുന്നു. പോലീസിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം സംഘടനകളുമായും അതിന്റെ നേതാക്കളുമായും എല്ലാം ബന്ധം പുലർത്തുന്ന നിരവധി പേരുടെ വിവരങ്ങൾ പുറത്തു വന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിൽ തന്നെ പ്രത്യേകിച്ച് രഹസ്യാന്വേഷണങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും അത്തരം വിവരങ്ങൾ മുകളിലേക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും എല്ലാം ചെയ്യേണ്ടതും SDPI പോലുള്ള സംഘടനകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും എല്ലാം ചെയ്യേണ്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് അതേ സംഘടനയുടെ നേതാക്കൾ വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആലുവ റൂറൽ SP അറിയിച്ചിട്ടുള്ളത് കൂടുതൽ വിശദമായ വിവരങ്ങൾ തേടിക്കൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കും. നിലവിൽ കാർഡ് ദുരുപയോഗത്തിന് മാത്രമാണ് നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം മറ്റ് SDPI നേതാവുമായുള്ള ബന്ധമടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായി തന്നെ അന്വേഷണം നടക്കുകയാണ് എന്ന് SP അറിയിച്ചിട്ടുണ്ട്. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.